കേരളീയർക്ക് എന്നും ആടുവളർത്തലിനോട് വലിയ ആഭിമുഖ്യമാണുള്ളത്. ജീവനിലാകെ പുതുവസന്തം. മഴ ഏവരും ആസ്വദിക്കുന്നു. പക്ഷേ മഴവെള്ളം സംഭരിക്കുന്നതിനെ കുറിച്ച് ആര് ചിന്തിക്കുന്നു? മഴവെള്ളം സംഭരിക്കൂ, ജലദൗർലഭ്യം പരിഹരിക്കൂ, ജീവിതം ആസ്വദിക്കൂ. 7 മണിക്കുള്ള അതേ അലാം, ബാത്റൂമിലേക്കുള്ള അതേ റേസ്, മുത്തശ്ശിയുടെ അതേ മണിയടി, പിന്നെ നെയ്യൊഴിച്ച അതേ ദോശ. രാത്രിയിലെ അരച്ചുകൂടികൾ മറക്കാൻ രാവിലത്തെ എല്ലാ കാര്യവും വേണ്ടിവരും. ജീവിതം അങ്ങനെ പോകും, യാതൊന്നും സംഭവിക്കാത്തതുപോലെ. HIV-യുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാൻ വർഷങ്ങൾ തന്നെ എടുത്തേക്കാം. നിങ്ങൾ കോണ്ടം ഉപയോഗിക്കാതെ ആരെങ്കിലുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അഥവാ മയക്കുമരുന്ന് കുത്തിവെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ICTC-യിൽ HIV ടെസ്റ്റ് ചെയ്യൂ. ആവശ്യമാകുന്ന പക്ഷം ഉപദേശങ്ങളും മരുന്നുകളും മുഖേന നിങ്ങൾക്ക് സാധാരണ ജീവിതം നയിക്കാൻ കഴിയും. ഗുജറാത്തിന്റെ കൃഷിപ്പാടങ്ങൾ. കാർഷിക വളർച്ചത്തോതിലും കാർഷികോൽപാദന മൂല്യത്തിലും ഇന്ത്യയിൽ മുന്നിട്ട് നിൽക്കുന്ന ഗുജറാത്തിന്റെ നേട്ടത്തിന് പിന്നിലെന്ത്? ഗുജറാത്തിൽ നിന്ന് കാർഷിക കേരളത്തിന് പഠിക്കാനെന്തുണ്ട്? കർഷകശ്രീ അന്വേഷിക്കുന്നു നവംബർ ലക്കത്തിൽ. കൃഷിയിലേക്കിറങ്ങിയ സിനിമാ താരങ്ങൾ, 10 തനിനാടൻ കേരളീയ വിഭവങ്ങളുടെ പാചകക്കുറിപ്പുകൾ വായിച്ചറിയാനും സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കാനും കർഷകശ്രീ നവംബർ ലക്കം വാർഷിക പതിപ്പ്. ആഭിമുഖ്യമാണുള്ളത്. ഒരു വീട്ടിൽ ഒരാടെന്ന നിലയിൽ വളർത്തുന്ന രീതി മാറി കൂടുതൽ ആടുകളെ വളർത്തുകയും വിൽപ്പന നടത്തുകയും ചെയ്ത് സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്നവരുടെ എണ്ണവും കൂടി വരികയാണ്. ഈ ഗണത്തിൽ കേരളത്തിൽ ശ്രദ്ധേയമായ സാന്നിധ്യമുറപ്പിച്ചവരുടെ മുൻനിരയിലാണ് അൻസി ഗോട്ട് ഫാം ഉടമ എടത്തല സ്വദേശി പത്തനായത്ത് അലി. അലി 5 വർഷം മുമ്പ് 4 സങ്കരയിനം ആടുകളെ വീടിന്റെ പുറകിൽ കൂടുകെട്ടി വളർത്തി തുടങ്ങി. അർപ്പണബോധത്തോടെയുള്ള ആടുവളർത്തലായിരുന്നു അത്. തുടർന്ന് കൂടുതൽ ആടുകളെയും പക്ഷികളെയും വളർത്തുന്ന അൻസി ഗോട്ട് ഫാം രൂപപ്പെട്ടു. പക്ഷിമൃഗാദികളെ വളർത്തുന്ന വലിയൊരു കേന്ദ്രം. അനേകം ഏക്കർ സ്ഥലത്തായി വ്യാപിച്ചു കിടക്കുന്ന അൻസി ഗോട്ട് ഫാം കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന മൃഗസംരക്ഷണ കേന്ദ്രവും വിൽപ്പനശാലയുമാണ്. തുടക്കത്തിൽ വളരെ അധ്വാനിക്കേണ്ടി വന്നു അലിക്ക്. എന്നാലും ആടുകളെയും മറ്റും ശ്രദ്ധയോടെ വളർത്തി കഷ്ടപ്പാടുകളുണ്ടായി എങ്കിലും അത് വലിയൊരു നേട്ടത്തിലെത്തിച്ചു. മൃഗസംരക്ഷണവും അനുബന്ധ കൃഷികളും സമന്വയിപ്പിച്ച് കാർഷിക സമൃദ്ധി കൈവരിക്കുകയാണ് അലി. മൃഗങ്ങളെ സ്നേഹിച്ച് നന്നായി പരിചരിച്ച് പോഷണപ്രദമായ തീറ്റയും വെള്ളവും നൽകി വളർത്തി അവയ്ക്ക് സ്വന്തമായി കഴിയാനുള്ള വൃത്തിയുള്ള വിശാലമായ കൂടൊരുക്കി സംരക്ഷിക്കുന്ന ഇവിടുത്തെ രീതി ഏറെ പ്രശംസ നേടിയിട്ടുണ്ട്. ഒരു 7 വർഷത്തിന് മുമ്പ് ഒരു 4 ആടിനെയും കൊണ്ട് തുടങ്ങിയതായിരുന്നു ഞാൻ. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ കുറേയൊക്കെ ആടുകളൊക്കെ എനിക്ക് ഞാൻ നാട്ടിൻപുറങ്ങളിൽ നിന്നും എല്ലാം വാങ്ങി അങ്ങനെ കുറച്ച് ആടുകളെയൊക്കെ കൂട്ടി ഞാൻ ഇണ ചേർത്ത് അങ്ങനെ കുറച്ച് തെറ്റില്ല എന്ന് കണ്ടപ്പോൾ ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് ബ്രീഡ് ഇറക്കുന്ന കുറച്ച് പാർട്ടി ഉണ്ടായിരുന്നു ഇവിടെ പത്തനംതിട്ടയുള്ളൊരു പാർട്ടി. അപ്പോൾ അവരുടെ കൂടെ ഞാനും കൂടെ നിന്ന് പുറത്തുനിന്ന് രാജസ്ഥാനിൽ നിന്ന് ആടുകളെ ഇവിടെ കൊണ്ടുവന്ന് കുറേ ആടുകളെയൊക്കെ കൊണ്ടുവന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് ഗുജറാത്തിൽ നിന്നൊക്കെ കൊണ്ടുവന്നിരുന്നു. ആ സമയങ്ങളിലൊക്കെ ആടിനൊക്കെ അസുഖങ്ങൾ വന്നു, ആടുകളെല്ലാം ചത്തുപോകാൻ തുടങ്ങി. ആ സമയങ്ങളിൽ ഈ പ്രസ്ഥാനത്തിനോട് മടുപ്പായി തുടങ്ങി. പിന്നെ ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തൃശ്ശൂർ മണ്ണോത്തിൽ 1-2 ഡോക്ടേഴ്സ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ മലബാറി ആടുകളെ തുടങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ 1 വർഷത്തോളമായി എനിക്ക് മലബാറിൽ തന്നെ ഞാൻ മാക്സിമം ആടുകളെ പുറത്തു നിന്നെല്ലാം ഈ നമ്മുടെ നാട്ടും പ്രദേശങ്ങളിൽ നിന്നെല്ലാം വീടുകളിൽ വളർത്തുന്ന ആടുകളെല്ലാം ഞാൻ വാങ്ങിച്ച് ഇപ്പോൾ ശരിയായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ട്. പ്രധാനമായും ആടിനങ്ങളിൽ മലബാറി, ജംനാപ്പാരി, സിരോഹി, സനൽ, ബോയർ, തോത്താപ്പൂരി, കരോളി എന്നീ ഇനങ്ങളാണ് ഇവിടെയുള്ളത്.
ഇവയിൽ മലബാറി ഇനങ്ങൾക്കാണ് കൂടുതൽ പ്രിയവും ആവശ്യക്കാർ ഏറെയുമുള്ളത്. അസുഖങ്ങൾ പിടിപെടാനുള്ള സാധ്യത കുറവും പ്രത്യുൽപാദനശേഷി കൂടുതലുള്ളതും കൂടുതൽ പാൽ ലഭിക്കുന്നതും ഇവയുടെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് ആടുകളെ കൊടുക്കുന്നത് ഒന്ന് കുട്ടികളെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഈ ഗർഭിണിയായ ആടുകളെ കൂടുതൽ കർഷകർക്ക് ഏറ്റവും ലാഭത്തിൽ നമ്മൾക്കൊരു ഫാം തുടങ്ങിയാൽ ഒരു വീട്ടിലൊരു ആടിനെ വളർത്തിയാലും ലാഭത്തിൽ പോകുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഗർഭിണിയായ 1-2 മാസം ഗർഭിണിയുള്ള ആടുകളെ വാങ്ങി ഫാമുകളിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമുകളിലുള്ള ആടുകളെ കൂടുതൽ ഈ പറഞ്ഞ വലിയ ബ്രീഡ് മുട്ടനെയും കൊണ്ടായിരിക്കും ഇണ ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ ബ്രീഡിങ് നമുക്ക് ഇപ്പോൾ കുട്ടികളെ വിൽക്കാനും ചെവി നീളവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് വലിയ വാത്സല്യത്തോടെ വാങ്ങാൻ താല്പര്യമുണ്ടാവും. പിന്നെ ആ ഇനത്തിലുള്ള ഇപ്പോൾ മലബാറി ഇനത്തിലുള്ള ആടുകളാകുമ്പോൾ 2-3 കുട്ടികളെ കിട്ടും. അപ്പോൾ നമ്മൾക്ക് ഏകദേശം ഒരു കുട്ടിയിൽ നിന്ന് തന്നെ ഒരു 3000 രൂപ 3500 രൂപ 3 കുട്ടി ഉണ്ടെങ്കിൽ ഏകദേശം ദൈവാനുഗ്രഹിച്ചൊന്നും സംഭവിച്ചില്ലെങ്കിൽ നമ്മൾക്ക് 3 മാസം കൊണ്ട് 10000 രൂപ നമ്മൾക്ക് 3 മാസം കൂടി കിട്ടും. അപ്പോൾ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു 6 മാസം ആടുകളെ വളർത്തുകയാണെങ്കിൽ ഏകദേശം നമുക്ക് 70% നമ്മൾ മുടക്കുന്ന മുതൽ ഈ 6 മാസം കൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടും. മലബാറി കൂടുതൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു. യമുനാപാരിയിൽ നിന്ന് ലിറ്റർ കണക്കിന് പാൽ കറന്നെടുക്കാം. 50 കിലോ തൂക്കം ആടുകൾക്കുണ്ടാകും. 100 കിലോയിലധികം തൂക്കമുള്ള ആടുകളും ഫാമിലുണ്ട്. മലബാറി യമുനാപാരി ക്രോസ് ചെയ്യലിലൂടെ ഒരേ സമയം ആട്ടിൻകുഞ്ഞുങ്ങളും പാലും ലഭിച്ചു. ഇത് അൻസി ഫാമിനെ ലാഭത്തിലെത്തിച്ചു. ഇത്തരം ക്രോസ് ചെയ്ത 1000-ലധികം ആടുകൾ അൻസി ഗോഡ് ഫാമിൽ വിൽപ്പനയ്ക്കുണ്ട്. ഞങ്ങൾ ഡെയിലി രാവിലെ 5 മണിക്ക് എണീക്കുക. രാവിലെ എണീറ്റ് കഴിഞ്ഞതിന് ശേഷം ആടിനെ ആദ്യം കുടിക്കാൻ ഞങ്ങൾ പിണ്ണാക്കും, തവിട്, കടലപ്പിണ്ണാക്ക്, തേങ്ങപ്പിണ്ണാക്ക്, തവിട്, പിന്നെ ആടിൻ്റെ ഈ പെല്ലറ്റ് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടി നമ്മൾ ഒരു സമൃദ്ധ ആഹാരമായിട്ടാണ് ഞങ്ങൾ ഇവർക്ക് കൊടുക്കുന്നത്. അതിനുശേഷം തീറ്റ കൊടുത്തതിന് ശേഷം ഞങ്ങൾ പാല് കറന്ന് കൊടുത്തതിന് ശേഷം പുല്ലിട്ട് കൊടുക്കും. അതിൽ പ്ലാവിൻ്റെ ഇല ഇട്ട് കൊടുക്കും. ഏറ്റവും കൂടുതൽ ആടുകൾക്ക് പ്ലാവിൻ്റെ ഇലയാണ് നല്ലത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാവിൻ്റെ അടുത്ത് കൂടുതൽ കാൽസ്യം അടങ്ങിയിരിക്കുന്നതിന് നമുക്ക് സെപ്പറേറ്റ് ഒരു കാൽസ്യം കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പ്ലാവില കൂടുതൽ കഴിക്കുന്ന ആടുകളാണെങ്കിൽ അവർക്ക് കൈകാലുകൾക്ക് നല്ല ബലം കിട്ടും. തറയിൽ നിന്ന് 2 അടിയെങ്കിലും ഉയരത്തിലുള്ള തട്ട് നിർമ്മിച്ചാണ് ആട്ടിൻ കൂടുണ്ടാക്കുന്നത്. ആട്ടിൻകുട്ടികളുടെ കാല് ഇടയിൽ പോകാത്ത രീതിയിലും എന്നാൽ കാഷ്ടം കീഴ്പോട്ട് പോകുന്ന രീതിയിലും 2 സെന്റിമീറ്റർ അകലത്തിലുള്ള തട്ടാണ് ആവശ്യമുള്ളത്. ആടൊന്നിന് 1 അടി ചതുരശ്ര മീറ്റർ സ്ഥലവും ആവശ്യമുണ്ട്. ഒരു ആടിന് 2.5 അടി വീതി വേണം, 5 അടി നീളം വേണം. അതാണ് ഒരാടിൻ്റെ കൂടിൻ്റെ വലിപ്പം. ഇപ്പോൾ 10 ആടിനെ ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഇപ്പോൾ 2 അടി കണക്ക് കൂട്ടിയിട്ട് ആടിനെ അടിക്കേണ്ടി വരും, കൂട് നിർമ്മിക്കേണ്ടി വരും. അതേപോലെ തന്നെ ഹൈറ്റും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5 അടിക്ക് മേലെ എത്രയോ പൊക്കം കൊടുക്കുന്നോ അത്രയും നല്ലതാണ്. നമുക്കൊരാട് അതിൻ്റെ ഉള്ളിൽ കയറി നിന്ന് കാട്ടം ഡെയിലി അടിച്ചെടുക്കുകയാണെങ്കിൽ 90% വരെ അസുഖങ്ങൾ കുറയും. പിന്നെ നമ്മൾക്ക് ഇപ്പോൾ PPR എന്ന് പറഞ്ഞാൽ ആട് വസന്ത ആ രോഗം നമ്മൾക്ക് വന്നു കഴിഞ്ഞാൽ എത്രയും പിടിയുന്ന ഡോക്ടറെ കണ്ട് ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ രോഗലക്ഷണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മൂക്കിൽ കൂടി കഫം വരിക, 2 ലൂസ് മോഷൻ ഭയങ്കര സ്പീഡിൽ പമ്പ് ചെയ്യുന്ന ആകൃതിയിൽ കാണുക, പിന്നെ തീറ്റ എടുക്കാതിരിക്കുക, വായിൽ പുണ്ണ് വരിക. ഇതെല്ലാം ആട് വസന്തയുടെ ഒരു ലക്ഷണങ്ങളാണ്. ഈ അസുഖങ്ങൾ വന്നു കണ്ടു കഴിഞ്ഞാൽ എത്രയും പിടിയുന്ന കൂടുതൽ ആടുകളുണ്ടെങ്കിൽ മാറ്റി താമസിക്കുക. അത് കഴിഞ്ഞിട്ട് എത്രയും പിടിയുന്ന നമുക്ക് ഡോക്ടറെ കണ്ട് അതിനുള്ള പ്രതിവിധി ചെയ്യുക. അതാണ് ഏറ്റവും നല്ലത്. ഗോതമ്പ് തവിട്, പുളിയരി, കപ്പലണ്ടി പിണ്ണാക്ക് എന്നിവയുടെ മിശ്രിതമാക്കി ധാന്യപ്പൊടിയുമായി ചേർത്ത് തീറ്റയുണ്ടാക്കുന്നു.
ന്യൂസിലാൻഡ് വൈറ്റ്, സോവിയറ്റ് ചിഞ്ചില തുടങ്ങിയ ഇനം മുയലുകളാണ് ഇവിടെ പ്രധാനമായുള്ളത്. ഓരോ പ്രസവത്തിലും 6 മുതൽ 10 വരെ കുഞ്ഞുങ്ങളെ ലഭിക്കും. വളർച്ച പ്രാപിച്ചതിന് 6-7 കിലോ തൂക്കമുണ്ടാകും. യമു പക്ഷി, വാത്ത, ടർക്കി, ഗിനി, താറാവിനങ്ങൾ തുടങ്ങിയ പക്ഷി ഇനങ്ങളും ഈ ഫാമിന്റെ അലങ്കാരമാണ്. ആടുകൾക്കും മുയലുകൾക്കും ആവശ്യമായ തീറ്റപ്പുല്ലുകൾ വെച്ചുപിടിപ്പിക്കാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. ആട്ടുംകാട്ടം എത്രയുണ്ടെങ്കിലും ഇവിടെ ഞങ്ങൾക്കിപ്പോൾ കൊടുക്കാൻ കഴിയുന്നില്ല. അതിന് മാത്രം ആവശ്യക്കാർ ഉണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഞങ്ങളിപ്പോൾ ആട്ടുംകാട്ടം മാത്രമായിട്ടല്ല കൊടുക്കുന്നത്. അത് നമ്മളിപ്പോൾ കുമ്മായം ഇട്ട് കഴിഞ്ഞാൽ പൊടിയായിട്ടാണ് നമ്മളിവിടെ അരച്ചെടുത്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 1 കിലോ 5 രൂപ പ്രകാരമാണ് നമ്മൾ കൊടുക്കുന്നത്. കൂടുകളിൽ നിന്നും ദിവസവും വൃത്തിയാക്കുന്ന കാഷ്ടം കുഴിയിൽ നിക്ഷേപിക്കുന്നു. ഈ കുഴിയിൽ വെള്ളത്തോടെ കുമ്മായം ചേർത്ത് കമ്പോസ്റ്റായി 6 മാസത്തോളം സൂക്ഷിക്കുന്നു. തുടർന്ന് ഉണക്കിയ അവസ്ഥയിൽ അരിച്ചെടുത്ത് വളമായി കർഷകർക്ക് നൽകുന്നു. കിലോഗ്രാമിന് 5 രൂപയോളം നിരക്കിൽ കർഷകർ വാങ്ങിക്കൊണ്ടുപോകുന്നു. ഈ രീതി മൂലം മാലിന്യ സംസ്കരണം കുറ്റമറ്റതായി നടക്കുന്നു. പിന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് ആൾക്കാരെ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചാൽ ഒന്ന് കുട്ടികളെ വാങ്ങിക്കുന്നുണ്ടുണ്ട്. പിന്നെ നമുക്ക് ഫാം നടത്താൻ ഏറ്റവും നല്ലത് ഈ പറഞ്ഞ ഒരു ഗർഭിണിയുള്ള ആടുകളെ കൊണ്ടുപോകുന്നതാണ് കാരണം. പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കുട്ടികളെ വിറ്റ് കഴിഞ്ഞു അല്ലെങ്കിൽ 2.5 മാസം കഴിഞ്ഞിട്ട് നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആടുകളെ കുട്ടികളെ മാറ്റി നിർത്തിയിട്ട് പിന്നെ പാല് കറക്കാൻ തുടങ്ങും. ആ പാല് ഏകദേശം നമ്മൾക്ക് ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്ക് ഡെയിലി 20 ലിറ്റർ പാലോളം കിട്ടുന്നുണ്ട്. അത് നമ്മൾ കൂടുതലും ഈ മരുന്ന് കമ്പനിക്കാണ് കൊടുക്കുന്നത്. പിന്നെ അതുകൂടാതെ മിച്ചം വരുന്നത് മിൽമക്ക് കൊടുക്കുന്നത്. മിൽമക്ക് കൊടുക്കുമ്പോൾ 38, 40, 42 രൂപ വരെ 1 ലിറ്റർ പാലിന് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഡെയിലി. മൃഗസംരക്ഷണ രംഗത്തും കാർഷിക മേഖലയിലും മികവിൻ്റെ അനേകം അംഗീകാരങ്ങൾ അലി ഇതിനകം നേടിയിട്ടുണ്ട്. മഹാത്മാഗാന്ധി അവാർഡ്, കേരള സർക്കാർ മിക്സഡ് ഫാം അവാർഡ്, മികച്ച കർഷകനുള്ള ഇടത്തല ഗ്രാമപഞ്ചായത്ത് അവാർഡ് തുടങ്ങിയവ ഉദാഹരണങ്ങളാണ്. നാടിൻ്റെ നാനാഭാഗത്തു നിന്നും അൻസി ഗോട്ട് ഫാമിനെ കുറിച്ചറിഞ്ഞ് മൃഗപക്ഷി പരിപാലന പരിചരണ വിൽപ്പന രീതികളെക്കുറിച്ച് അറിയുവാനും പഠിക്കുവാനും വാങ്ങുവാനുമായി ധാരാളം പേർ ഇവിടെ എത്തുന്നു. ഇതിലൂടെ മൃഗസംരക്ഷണ മാർഗങ്ങൾ ആദായ തൊഴിലിലേക്കും ഐശ്വര്യത്തിലേക്കും വഴി തുറക്കുന്നു. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രോഗപ്രതിരോധ ശേഷിയുള്ള മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് ജില്ലകൾ തോറും അക്വാ ക്ലിനിക്കുകൾ. മൃഗസംരക്ഷണ വകുപ്പിൽ കർഷക രജിസ്ട്രേഷൻ.
കാർഷിക വാർത്തകൾ വിശദമായി. സംസ്ഥാന സർക്കാരിന്റെ മത്സ്യസമൃദ്ധി പദ്ധതിയുടെ 1ാം ഘട്ടത്തിലെ മികച്ച മത്സ്യ കർഷകർക്കുള്ള സംസ്ഥാന അവാർഡുകൾ കോട്ടയം മാർത്തോമ ഹാളിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിതരണം ചെയ്തു. മികച്ച ശുദ്ധജല മത്സ്യ കർഷകൻ ജോർജ് പി ജോൺ കോട്ടയം, മികച്ച ചെമ്മീൻ കർഷകൻ VR ഉണ്ണികൃഷ്ണൻ തൃശൂർ, മികച്ച കരിമീൻ കർഷകൻ വിക്രമൻ നായർ കൊല്ലം, കല്ലുമിക്കായ കർഷകൻ ശാന്തി കുടുംബശ്രീ കാസർകോട്, അക്വാകൾച്ചർ കോർഡിനേറ്റർ സാജു KS ഇടുക്കി, സംസ്ഥാന തലത്തിൽ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനം മതിലകം ഗ്രാമപഞ്ചായത്ത് തൃശൂർ എന്നിവർക്കാണ് പുരസ്കാരം. ചടങ്ങിനോടനുബന്ധിച്ച് ഉൾനാടൻ മത്സ്യകൃഷി സാധ്യതകളും വെല്ലുവിളികളും, ആറ്റുകൊഞ്ചു കൃഷിയിലെ നൂതന പ്രവണതകൾ എന്നീ വിഷയങ്ങളെ അധികരിച്ച് സെമിനാറും നടന്നു. 2ാം ഘട്ട മത്സ്യപദ്ധതി പ്രവർത്തനങ്ങൾ ചടങ്ങിൽ ഫിഷറീസ് വകുപ്പ് മന്ത്രി K. ബാബു പ്രഖ്യാപിച്ചു. $300 ടൺ സംഭരണ ശേഷിയുള്ള കാലിത്തീറ്റ കേന്ദ്രം കോഴിക്കോട് തിരുവങ്ങൂരിൽ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വടക്കൻ കേരളത്തിൽ കേരള ഫീഡ്സ് ഫാക്ടറിയുടെ സേവനം ഇനി മുതൽ കർഷകർക്ക് ലഭിക്കും. കേരള ഫീഡ്സിന്റെ വിവിധ ഉൽപ്പന്നങ്ങളായ എലൈറ്റ് റിച്ച്, കാഫ് സ്റ്റാർട്ടർ എന്നിവയും ആടുതീറ്റയും ധാതു ലവണ മിശ്രിതവും പാക്കറ്റിൽ കർഷകർക്ക് ലഭിക്കും. കൂടാതെ മാംസ്യവും ചോളവും മാത്രമടങ്ങിയ KF ബൂസ്റ്റും തിരുവങ്ങൂർ കേന്ദ്രത്തിൽ ലഭ്യമാകും. മൃഗസംരക്ഷണ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതികളിൽ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ കർഷകർ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. 2013 നവംബർ 20 വരെ അതത് മൃഗാശുപത്രികളിൽ കർഷകർക്ക് പേര് രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള മൃഗാശുപത്രിയുമായി ബന്ധപ്പെടാം. ശുദ്ധജലത്തിൽ വളരുന്നതും ജലനിരപ്പിൽ പൊങ്ങിക്കിടക്കുന്നതുമായ പന്നൽ ചെടിയാണ് അസോള. നൈട്രജന്റെ കലവറയായ അസോള ജീവാണുവളമായാണ് കർഷകർ ഉപയോഗിക്കുന്നത്. കൂടാതെ കാലിത്തീറ്റയായും കോഴിത്തീറ്റയായും മത്സ്യത്തീറ്റയായും അസോള ഉപയോഗിക്കുന്നു. അസോള കൃഷി ചെയ്യാൻ എളുപ്പമാണ്. 4 ഇഞ്ച് ആഴവും 2 മീറ്റർ വീതിയും ആവശ്യത്തിന് നീളവുമുള്ള കുഴിയിൽ പോളിത്തീൻ ഷീറ്റ് വിരിച്ച് 10 കിലോ മേൽമണ്ണ്, 500 ഗ്രാം ചാണകം എന്നിവ 2 ചതുരശ്ര മീറ്ററിന് എന്ന തോതിൽ കലർത്തി വെള്ളം നിറയ്ക്കുക. ഇതിലേക്ക് 400 ഗ്രാം അസോള വിത്ത് വിതറുക. 15 ദിവസം കൊണ്ട് അസോള വിത്ത് വളർന്ന് പ്രസ്തുത ബെഡിൽ നിറയും. കഴക്കൂട്ടത്ത് പ്രവർത്തിക്കുന്ന നാളികേര നഴ്സറിയിൽ അസോള വിത്ത് ലഭ്യമാണ്. ഫോൺ നമ്പർ 9447102925. ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ സഹകരണത്തോടെ കൃഷി വകുപ്പ് നടപ്പാക്കുന്ന ആകാശവാണി ഞാറ്റുവേല കുട്ടനാട് റേഡിയോ നാളെ ചൊവ്വാഴ്ച വൈകുന്നേരം 5:30 നീര കേര കർഷകന്റെ രക്ഷ എന്ന പരിപാടി പ്രക്ഷേപണം ചെയ്യും. നവംബർ 7 വ്യാഴാഴ്ച കർഷകർക്ക് ആശ്വാസമായി പെൻഷൻ പദ്ധതികൾ, 8-ാം തീയതി കർഷക നന്മയ്ക്കായി വിള ഇൻഷുറൻസ് എന്നീ പരിപാടികളുടെ പ്രക്ഷേപണവും ഉണ്ടായിരിക്കും. തിങ്കൾ, ചൊവ്വ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5:30 ആകാശവാണി ഞാറ്റുവേല കുട്ടനാട് റേഡിയോ പ്രക്ഷേപണം. ശീതകാല പച്ചക്കറികൾ കൃഷി ചെയ്യുന്നതിന് സമയമായി. പ്രോ ട്രേകളിൽ വളർത്തിയ ക്യാബേജ്, കോളിഫ്ലവർ എന്നിവയുടെ തൈകൾ തിരുവനന്തപുരം കഴക്കൂട്ടത്ത് പ്രവർത്തിക്കുന്ന നാളികേര നഴ്സറിയിൽ ലഭ്യമാണ്. തൈ ഒന്നിന് 2 രൂപയാണ് വില. കൂടാതെ ടിഷ്യൂ കൾച്ചർ വാഴയിനങ്ങളായ കപ്പ, അമൃതസാഗർ എന്നിവയും ഗ്രോ ബാഗിൽ നട്ടുപിടിപ്പിച്ച കുറ്റിക്കുരുമുളക് തൈകളും നാളികേര നഴ്സറിയിൽ ലഭ്യമാണ്. ബന്ധപ്പെടേണ്ട വിലാസം: അസിസ്റ്റന്റ് ഡയറക്ടർ, കോക്കനട്ട് നഴ്സറി, കഴക്കൂട്ടം, തിരുവനന്തപുരം. ഫോൺ നമ്പർ 9447102925. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ നവംബർ 5, 6 തീയതികളിൽ ആടുവളർത്തലിലും 15, 16 തീയതികളിൽ ശാസ്ത്രീയ മുയൽ വളർത്തലിലും സൗജന്യ പരിശീലനം നൽകുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ പരിശീലന ദിവസം രാവിലെ 9 മണിക്ക് പരിശീലന കേന്ദ്രത്തിൽ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് പ്രിൻസിപ്പൽ ട്രെയിനിംഗ് ഓഫീസർ അറിയിച്ചു. ഫോൺ നമ്പർ 0471273218. ഓരുജല മത്സ്യ കർഷകർക്കായി തിരുവനന്തപുരം ജില്ലാ ഫിഷറീസ് വകുപ്പ് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു. കായലുകളിലും കൂടുകളിലും കരിമീൻ കൃഷി ചെയ്യുന്നതിനും ഓരുജലങ്ങളിൽ ചെമ്മീൻ കൃഷി ചെയ്യുന്നതിനും സഹായം ലഭിക്കും. കാരച്ചെമ്മീന് 20,000 രൂപയുടെ ധനസഹായം ലഭ്യമാകും. കരിമീൻ കൃഷിക്ക് മത്സ്യ വിത്തുകളായാണ് സഹായം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 047124644076.
കമ്പോള നിലവാരം. റബ്ബർ RSS 4 ക്വിന്റലിന് 15,900 രൂപ, റബ്ബർ RSS 5 ക്വിന്റലിന് 15,150 രൂപ, വെളിച്ചെണ്ണ ക്വിന്റലിന് 9,650 രൂപ, കൊപ്ര ക്വിന്റലിന് 6,700 രൂപ, കുരുമുളക് ക്വിന്റലിന് 47,800 രൂപ, ജാതിക്ക തൊണ്ടോട് കൂടിയത് കിലോയ്ക്ക് 375 രൂപ, ജാതിക്ക തൊണ്ടില്ലാതെ കിലോയ്ക്ക് 575 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി കൊച്ചിയിൽ. ഗാർബിൾഡ് കുരുമുളക് ക്വിന്റലിന് 47,800 രൂപ, അൺഗാർബിൾഡ് കുരുമുളക് ക്വിന്റലിന് 45,800 രൂപ. കുരുമുളക് വിപണി കൽപ്പറ്റയിൽ. ചേട്ടൻ കുരുമുളക് ക്വിന്റലിന് 46,000 രൂപ, വയനാടൻ കുരുമുളക് ക്വിന്റലിന് 46,500 രൂപ. കൊപ്ര വിപണി. കോഴിക്കോട് ക്വിന്റലിന് 6,200 രൂപ, തളിപ്പറമ്പ് 6,000 രൂപ, കാസർഗോഡ് 6,150 രൂപ. വെളിച്ചെണ്ണ. കണ്ണൂർ ക്വിന്റലിന് 10,100 രൂപ, കോട്ടയം 10,000 രൂപ, ആലപ്പുഴ 9,400 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 32.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.5 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 32.3, 25.2. കൊച്ചി 32.8, 23.2. ആലപ്പുഴ 32, 24.6. പുനലൂർ 33.5, 22.2. തിരുവനന്തപുരം 30.9, 23.5 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.